CPIഎമ്മിന്റെ നേതൃത്വത്തിൽ ചവറ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് ചവറ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. CPM ചവറ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മനോഹരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാര്യങ്ങളിൽ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന VD-സതീശനടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ, UDFന്റെ ഘടകകക്ഷി നേതാക്കന്മാർക്ക് ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ മിണ്ടാട്ടമേ ഇല്ല. 13,000 കോടി രൂപയ്ക്കാണ് അതിനുശേഷം നമ്മുടെ വിഴിഞ്ഞ തുറമുഖത്തിന്റെ അദാനി ഗ്രൂപ്പിന്റെ 49% ഓഹരികൾ ഒരു വിദേശ കപ്പൽ കമ്പനിക്ക് കൈമാറ്റം ചെയ്യാൻ ആവശ്യമായ തരത്തിലേക്കുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, അവർക്ക് 1000-ഓളം കപ്പലുകൾ സ്വന്തമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് മേഖലയിലെ ഒരു സ്വകാര്യ മേഖലയിലുള്ള കമ്പനിയാണ്. 1000-ഓളം കപ്പലുകൾ അവർക്ക് സ്വന്തമായിട്ടുണ്ട്. 13,000 കോടി രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അദാനിയുടെ മുതൽ മുടക്ക് എത്രയാണ്? ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ കാലത്താണല്ലോ കൊണ്ടുവന്നത്. 2,600 കോടി രൂപയാണ് ഞങ്ങളുടെ മുതൽ മുടക്കെന്ന് അവർ തന്നെ പറയുന്നു. അപ്പൊ 2,600 കോടി രൂപ അവർ പറയുന്നത് അംഗീകരിച്ചാൽ തന്നെ 13,000 കോടിക്ക് വിൽക്കുമ്പോൾ എത്ര കോടി രൂപയുടെ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്? സംസ്ഥാന ഗവൺമെന്റ് മേൽനോട്ടത്തിൽ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകാൻ ആവശ്യമായ തരത്തിലേക്കുള്ള അനുബന്ധ പദ്ധതികൾ. ഞാൻ നേരത്തെ പറഞ്ഞു, 2,600 കോടി രൂപയാണ് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനി ഗ്രൂപ്പ് മുടക്കിയിരിക്കുന്നതാണ് അദാനി ഗ്രൂപ്പ് പറയുന്നത്. എന്നാൽ അവിടെ ജോലി ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ പറയുന്ന അവിടുത്തെ വാർഫേജ് കെട്ടല്, അവിടുത്തെ ലിഫ്റ്റ് പോലുള്ള ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി അവരുടെ കണക്കാണ്. അവർ ചെലവഴിച്ചെന്ന് അവർ പറയുന്ന 2,600 കോടിയിൽ അവരുടെ ഓരോ കണക്കിലും 3 ഇരട്ടിയോ 4 ഇരട്ടിയോ വിലയിട്ടുകൊണ്ടാണ് ഈ 2,600 കോടി വിളിച്ചെടുത്തേക്കുന്നത്. അപ്പൊ എത്ര രൂപയാവും? 2,600 കോടി രൂപയുടെ പകുതി പോലും ഈ വ്യവസായി അവിടെ മുടക്കിയിട്ട് അവിടെയാണ് 13,000 കോടി കൊണ്ടുപോകാൻ പോകുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് അറിഞ്ഞില്ലെന്ന് പറയുന്നത് തെറ്റാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അറിവോടെ, ധാരണയോടെ. ജെ ജോയ്, വിക്രമക്കുറുപ്പ്, സുരേഷ് ബാബു, ശാലിനി S എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.